UPSC സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഈ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളും ഏതെങ്കിലും അക്കാഡമികളുടെ കൺസോളിഡേറ്റഡ് മെറ്റീരിയൽസും മാഗസിൻസും ഒക്കെയാണ് നോക്കുക. പ്രത്യേകിച്ചും പോപ്പുലർ ആയിട്ടുള്ള കണ്ടൻറ്റ് റെഫർ ചെയ്തവർക്കൊന്നും പല ഉത്തരങ്ങളും എഴുതാൻ സാധിച്ചില്ല. എന്നാൽ ന്യൂസ് പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി ഒരു കീ വേർഡ് ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്ത് അതിനുശേഷം ഒരു 360 ആംഗിൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് നോട്ട് തയ്യാറാക്കി ഒരു പൊതുധാരണ, ആ വിഷയത്തെക്കുറിച്ചൊരു പൊതുധാരണ രൂപപ്പെടുത്തിയ ആളുകൾക്കൊക്കെ ഈ എക്സാം വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം, പോപ്പുലർ കണ്ടൻറ്റിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും അതിൽ നിന്ന് UPSC ചോദ്യങ്ങൾ ചോദിക്കില്ല. ഇപ്പോൾ പല ആളുകളും വിഷൻ, ഇൻസൈറ്റ് അല്ലെങ്കിൽ വജ്റാം ഇങ്ങനെയൊക്കെയുള്ള പോപ്പുലർ കണ്ടൻറ്റുകളുടെ പുറകെ പോകും. നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തുന്ന ഒരു പരിപാടിയാണ്. അബ്സല്യൂട്ടിൻ്റെ ഈ വർഷത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഞങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ഞങ്ങളുടെ കണ്ടൻറ്റിൽ നിന്ന് വന്നു എന്നുള്ളൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അബ്സല്യൂട്ട് IAS അക്കാഡമിയിൽ ഹിന്ദു അനാലിസിസ് ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കീ ടോപ്പിക്സ് എല്ലാം തന്നെ ചോദ്യമായി കടന്നു വന്നു. അപ്പോൾ മികച്ച രീതിയിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ തന്നെ വായിച്ച് പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ 30% സമയം കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുക. 2 to 3 hours കറണ്ട് അഫയേഴ്സ്, ന്യൂസ് പേപ്പർ റീഡിങ്, നോട്ട് പ്രിപ്പറേഷൻ ഇതിനു വേണ്ടിയിട്ടൊക്കെ മാറ്റിവെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവുമൊക്കെ മികച്ച മാർക്കോടുകൂടി വിജയിക്കുവാൻ സാധിക്കും. നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് UPSC ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിങ്കിങ്. അത് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ശീലം നിങ്ങളെ സഹായിക്കും. ഒപ്പം